അപ്പൊ നമ്മുടെ ഓണം എക്സാമിന് വന്നു കഴിഞ്ഞു. അപ്പൊ ബിസിനസ് സ്റ്റഡീസിന്റെ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഗവൺമെന്റ് സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് ഓണം എക്സാമിന് +1 പഠിക്കേണ്ടത്. പക്ഷെ ചില സ്കൂളുകളിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുള്ളൂ. എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത ശേഷം ഈ വർഷം നമുക്ക് വരാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കാണ് വരുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ എസ്എ എഴുതി കഴിഞ്ഞാൽ തന്നെ 16 മാർക്കോടെ കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ എസ്എ ക്വസ്റ്റ്യൻ മിസ് ചെയ്താൽ നമുക്ക് വലിയൊരു ശതമാനം മാർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഏതൊക്കെയാണ് എസ്എ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്? ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുന്ന സമയത്ത് അത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. ദ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്സ് ഈസ് ടു റിമൂവ് ദ ഹിൻഡ്രൻസ് ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. അനലൈസ് ഡിഫറെന്റ് ഹിൻഡ്രൻസസ് ആൻഡ് റെമഡീസ് ഇൻ കൊമേഴ്സസ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അല്പം ഒരു കൺഫ്യൂസിങ് തോന്നുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ഹിൻഡ്രൻസ് ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ ബിസിനസ് ട്രേഡ് കൊമേഴ്സ് പഠിച്ച സമയത്ത് ഓക്സിലറീസ് ടു ട്രേഡ്, അല്ലെ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അത് തന്നെയാണ് എന്ത് ചെയ്തത്, ആ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബിസിനസ്സിലുണ്ടാകുന്ന പല തടസ്സങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ എക്സാമിന് ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇത് തന്നെയാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് നേരിട്ട് ചോദിക്കണമെന്നില്ല, ഈ രീതിയിലാവാം ചോദിക്കുന്നത്. അനലൈസ് ദ ഡിഫറെന്റ് ഹിൻഡ്രൻസസ് ആൻഡ് റെമഡീസ്. ഓക്കെ, കൊമേഴ്സിന് തടസ്സമായി, ഹിൻഡ്രൻസ് വെച്ചാൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളും അതിന്റെ റെമഡീസും ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം, ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കും. ഇപ്പം തിരുവനന്തപുരത്തായിരിക്കും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ കോഴിക്കോടും ഇടുക്കിയിലും അല്ലെങ്കിൽ എറണാകുളത്തും നിൽക്കുന്ന നമുക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് എത്തിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എസ് എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം, ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ പ്ലേസ് ബട്ട് കൺസ്യൂംഡ് ഇൻ അനദർ പ്ലേസ്. ഒരു സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ മറ്റൊരു സ്ഥലത്താണ് നമുക്ക് അതിന്റെ ആവശ്യം ചിലപ്പോൾ വരുന്നത്. റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ. എന്താണ് അവിടെ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ദാറ്റ് ഹെൽപ്പ് ഇൻ മൂവിംഗ് ഗുഡ്സ് ഫ്രം പ്രൊഡക്ഷൻ സെന്റർ ടു മാർക്കറ്റ് ആൻഡ് കൺസ്യൂമേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ മാർക്കറ്റിലും ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ട് അവരത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എവിടെയാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലേസ് എന്ന് പറഞ്ഞ ഹിൻഡ്രൻസ് അവിടെ റിമൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും. ഇപ്പൊ റെയിൻകോട്ട്, നമുക്ക് റെയിൻകോട്ട് ആവശ്യമുള്ള മഴക്കാലത്ത് മാത്രം, പക്ഷെ മഴക്കാലത്ത് തന്നെയാണ് നമ്മൾ റെയിൻകോട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. ആ സമയത്ത് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ മുമ്പേ കഴിയും. അപ്പൊ പ്രൊഡക്ഷൻ മുമ്പേ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ആ വേനൽക്കാലത്ത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് സാധനം സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെ? അപ്പം എന്ത് ചെയ്യണം, ഈ ഹിൻഡ്രൻസ് ഓഫ് ടൈം അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് വിൽക്കുന്നത് മറ്റൊരു സമയത്ത്, അപ്പൊ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്ത് വേണം, വെയർ ഹൗസ് ആവശ്യമാണ്. ഓക്കെ, സോ ഗുഡ്സ് ആർ നോട്ട് ഓൾവേസ് നീഡഡ് അറ്റ് ടൈം വെൻ ദേ ആർ പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ ആവില്ല അതിന്റെ ആവശ്യം വരുന്നത്. സോ അതിനുള്ള പരിഹാരമാണ്, റെമഡിയാണ് എന്തെന്ന് പറയുന്നത്, വെയർ ഹൗസ്. ഓക്കെ, വെയർ ഹൗസിംഗ് സ്റ്റോർ ഗുഡ്സ് അൻടിൽ ദേ ആർ ഡിമാൻഡ് ചെയ്യുന്നവരെ നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വേണം. ആ ഒരു ഹിൻഡ്രൻസിനെ കവർ ചെയ്യുന്ന ഓക്സിലറീസ് ടു ട്രേഡ് ആണ് വെയർ ഹൗസിംഗ്. നെക്സ്റ്റ് ആണ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെ? അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിൽ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് ഫൈനലി കൺസ്യൂമർ കയ്യിൽ എത്താൻ വരും. അതിലെന്ത് നടക്കണം, അവിടെ വ്യാപാരം നടക്കണം, കൈമാറ്റം നടക്കണം. അതിനാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ മെ നോട്ട് കം ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട്. അവരെ ഡയറക്റ്റ് കോണ്ടാക്ടിൽ എത്തിപ്പിക്കുന്നത് ട്രേഡ് ആണ്, അല്ലെ? വ്യാപാരമാണ്, കച്ചവടമാണ്. ദാറ്റ് ട്രേഡ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. നെക്സ്റ്റ് ആണ് നോക്കിയേ, ഹിൻഡ്രൻസ് ടു നോളജ് എന്ന് നമ്മൾ പറയും. എന്താണ്, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടണം. നമുക്കൊരു ആവശ്യമുണ്ട്, അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയണം, എങ്കിലേ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നോളജ് നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇൻഫർമേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്, ഡെഫിനറ്റ്ലി അഡ്വർടൈസ്മെന്റ് വഴിയാണ്, അല്ലെ? അപ്പം ഹിൻഡ്രൻസ് ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു തടസ്സത്തിൽ ആ ഒരു ഹിൻഡ്രൻസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, അതിനുള്ള റെമഡിയാണ് അഡ്വർടൈസിങ്, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ, മോഡേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്പ്രെഡ് അവയർനെസ് ആൻഡ് ക്രിയേറ്റ് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും പരസ്യം കണ്ടിട്ടാണോ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പൊ അഡ്വർടൈസ്മെന്റ് വഴി ഒരു ഡിമാൻഡ് സൃഷ്ടിക്കാനും കൺസ്യൂമറിന് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അതിനെക്കുറിച്ചുള്ള നോളജും കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. എന്താണ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡ്യൂസർ ആൻഡ് ട്രേഡർ ഓഫൺ ലാക്ക് സഫിഷ്യന്റ് ക്യാപിറ്റൽ ടു ക്യാരി ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്.
ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസറിനെയും അതുപോലെ ട്രേഡറിനെയും സംബന്ധിച്ചിടത്തോളം പല സമയത്തും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫിനാൻസ് ഇല്ലാണ്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ പ്രൊഡ്യൂസർ ആൻഡ് ട്രേഡർ ഓഫൺ ലാക്ക് എ സഫീഷ്യന്റ് ക്യാപിറ്റൽ. സഫീഷ്യന്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അവർക്ക് അവിടെ കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ലഭിക്കാതിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട ഫിനാൻസ് കണ്ടെത്താൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാങ്കിങ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുള്ള റെമഡിയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ലോൺ ആൻഡ് അതർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ആണ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. എന്താണ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ അത് ചിലപ്പോൾ എന്ത് നശിപ്പിക്കപ്പെടാം അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടാം, അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു സാധനം അഡ്വാൻസ് ആയിട്ട് കുറെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫൈനലി ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും അത് വലിയൊരു നഷ്ടമാണ്. റൈറ്റ്, അപ്പം അങ്ങനെ നമുക്ക് നഷ്ടം വരാതിരിക്കാൻ, അല്ലെ, ആ ഒരു റിസ്ക് എലമെന്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആവില്ല. അപ്പൊ അങ്ങനെ റിസ്ക് എലമെന്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസ്കിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്സിലറീസ് ടു ട്രേഡ് ആണ് ഇൻഷുറൻസ് ഫെസിലിറ്റി. ഓക്കെ, ഇൻഷുറൻസ് ഹെൽപ്പ് ബിസിനസ് ടു റെഡ്യൂസ് ദ റിസ്ക് ബൈ കോമ്പൻസേറ്റിംഗ് ഫോർ ലോസ്. അല്ലെ, നഷ്ടമുണ്ടായാൽ ആ നഷ്ടത്തെ നികത്താനായിട്ട് നമ്മളവിടെ ഇൻഷുറൻസ് കവറേജ് എടുത്തു വെക്കും. ഓക്കെ, അപ്പൊ സെറ്റാണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഹിൻഡ്രൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് കൊമേഴ്സും അതിനുള്ള റെമഡീസുമാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കും. ഇനി കൂടുതൽ മെസ്സേജ് ചോദിച്ച് കാണാറുള്ളത് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനലൈസ് ചെയ്ത ശേഷം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കൊണ്ടുവരികയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മിസ്റ്റർ അഹമ്മദ് റൺ എ പ്രൊവിൻഷ്യൽ സ്റ്റോർ. ഹി ഹിംസെൽഫ് ഓൺ ആൻഡ് മാനേജ് ദ ബിസിനസ്. അദ്ദേഹം തന്നെയാണ് ബിസിനസ് ഓൺ ചെയ്തതും അതുപോലെ അത് മാനേജ് ചെയ്തത്. ഓക്കെ, നെയിം ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്യണം, ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന തെറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾ അതിന്റെ മെറിറ്റ്സോ ഫീച്ചേഴ്സോ ഡീമെറിറ്റ്സോ എഴുതിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഒരെണ്ണം കാണുമ്പോൾ അത് ഏത് ഫോം ഓഫ് ബിസിനസ് ആണ്, ഓക്കെ, അത് പാർട്ട്ണർഷിപ്പ് ആണോ, സോൾ പ്രൊപ്പർഷിപ്പ് ആണോ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണോ, ഏത് ഫോം ഓഫ് ബിസിനസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നോക്കിയാൽ ഹി ഹിംസെൽഫ് ഓൺ ദ ബിസിനസ്, അദ്ദേഹം തന്നെയാണ് ബിസിനസ് ഓൺ ചെയ്യുന്നത്, ആൻഡ് മാനേജ്. അപ്പൊ ഏത് ബിസിനസ് ആണത്? യെസ്, ഇറ്റ് ഈസ് സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ 4 മെറിറ്റ്സ് ആൻഡ് 3 ഡിമെറിറ്റ്സ്. അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ രീതിയിൽ ചോദിക്കാം. നെക്സ്റ്റ് വൺ, despite limitations of size and resources, many people prefer sole proprietorship over the other form of organization. Examine the above statement and reason. അതായത് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ആളുകൾ പ്രിഫർ ചെയ്യുന്ന സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ് ആണ്. എന്തുകൊണ്ട്? ഓക്കെ, അതിന്റെ റീസൺസ്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഇതിന് അതിൻ്റെതായ മെറിറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഇതിന് ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് മെറിറ്റ്സ് ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ, മെറിറ്റ്സ് ഏതൊക്കെയാണ്. ഫൈൻ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് മിസ്റ്റർ അഹമ്മദ് റൺസ് ഓൺ ആൻഡ് മാനേജ് ദ പ്രൊവിൻഷ്യൽ സ്റ്റോർ ഹിംസെൽഫ്. ഓക്കെ, ദിസ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ്. ഈ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് നമ്മൾ പറയുന്ന പേരാണ് സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈസി ടു സ്റ്റാർട്ട് ആൻഡ് ക്ലോസ്. അല്ലെ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും വളരെ ഈസിയാണ്, ക്ലോസ് ചെയ്യാനും നമുക്ക് ആരും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ ബിസിനസ് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ഫുൾ കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസിന്റെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, കാരണം വേറൊരാൾ പാർട്ട്ണർ ഒന്നും അതിനകത്ത് വരുന്നില്ല. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, റീറ്റൻഷൻ ഓഫ് പ്രോഫിറ്റ്. അല്ലെ, ഇതിനകത്ത് റിസ്ക് എലമെന്റ് എടുത്ത് നമ്മൾ തന്നെ ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് വരുന്നോ അത് മുഴുവൻ നമുക്ക് സ്വന്തമാണ്. ഫ്ലെക്സിബിലിറ്റി, എന്താണ്, ക്വിക്ക് ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ, ബിസിനസ് പോളിസീസ് ക്യാൻ ബി ഈസിലി ചെയ്തത്. അല്ലെ, ക്വിക്കായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. കാരണം മറ്റൊരാളുടെ കൺസേൺ ആവശ്യമില്ല, നമുക്ക് അവിടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ വേറെ മാനേജേഴ്സ് ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ക്ലോസ് പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് കൺസ്യൂമേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സുമായിട്ട്. അല്ലെ, കാരണം ആ ബിസിനസ് മാനേജർ നേരിട്ടാണ് ആ ബിസിനസ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു പേഴ്സണൽ കോണ്ടാക്ട് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മെറിറ്റ്സ് മാത്രം എഴുതേണ്ട ആവശ്യമേ വരുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണെങ്കിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഡിമെറിറ്റ്സോട് ജസ്റ്റ് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത്, അപ്പൊ ഈ ഒരു സോൾ പ്രൊപ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു വെക്കാം. ഇനി എന്താണ് അതിന്റെ ഡിമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ്? രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എന്താണ് ഡിമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻ? ഒന്നാമത്തെ, ലിമിറ്റഡ് റിസോഴ്സ്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ബിസിനസ് റൺ ചെയ്തത്, അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിലുള്ള റിസോഴ്സസ് മാത്രമേ എനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലിമിറ്റഡ് റിസോഴ്സസ്. നെക്സ്റ്റ്, ലിമിറ്റഡ് ലൈഫ്. അല്ലെ, ബിസിനസ് എൻഡ് വിത്ത് ഓണേഴ്സ് ഇൻകേപ്പബിലിറ്റി ഓഫ് ഡെത്ത്. അല്ലെ, ഓണർ ഒരു ഇൻകേപ്പബിലിറ്റി ഓഫ് ഡെത്തോ വരാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലൈഫാണ് ബിസിനസ്സിനുള്ളത്.
ഓക്കെ. നെക്സ്റ്റ് എന്താണ്? അൺലിമിറ്റഡ് ലൈബിലിറ്റി. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ. ഓണർ ബിയർ ദ പേഴ്സണൽ ഫിനാൻഷ്യൽ റിസ്ക്. കാരണം ബിസിനസ് ഇൻ കേസ് നഷ്ടത്തിലായി ഞാൻ എൻ്റെ പേഴ്സണൽ അസറ്റ് വിറ്റ ബിസിനസ്സിന്, അതായത് ഞാൻ വാങ്ങിച്ച കടമെല്ലാം വീട്ടണം. ഓക്കെ. സോ അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓണർക്ക് തന്നെയാണ്. സോ അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. ലിമിറ്റഡ് മാനേജർ സ്കിൽ അല്ലേ, കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊന്നും അവിടെ വെക്കുന്നില്ല, വേറെ പാർട്ട്ണറോ കാര്യങ്ങളില്ല, ഒറ്റയ്ക്കാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാ സ്കില്ലും ഒരാളിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള മാനേജർ സ്കില്ലുകളെ കാണുള്ളൂ. ഓക്കെ. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. Then important ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. An artificial person having separate legal entity, perpetual succession and common seal. ഓക്കെ. കോമൺ ആയിട്ട് ഒരു സീൽ ഉണ്ട്, സെപ്പറേറ്റ് ഒരു ആർട്ടിഫിഷ്യൽ വ്യക്തിയായിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? പെർപെച്വൽ സക്സഷൻ. അതായത് എത്ര നാൾ വേണമെങ്കിലും ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകും. ഒരു ആള് മരിച്ചു നോർത്താ ബിസിനസ് അവിടെ അവസാനിക്കുന്നില്ല. ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഓക്കെ. അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ്. അപ്പം ഇവിടെ ഏതാണ് പറയുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്ന തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഫീച്ചേഴ്സ് എല്ലാം എഴുതി തെറ്റും അല്ലെ. അപ്പൊ പറയും ഏത് ബിസിനസ് ആണിത്? ഏതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സണിന്റെ സെപ്പറേറ്റ് ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ കാണുന്നത്? ഇറ്റ് ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി ഈസ്, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഓർ അല്ലെങ്കിൽ നമുക്ക് ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ വരുന്നത് എങ്ങനെയാന്ന് നോക്കാം. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ person created by law with a perpetual succession and common seal, state for advantages and disadvantages of joint stock company. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതുപോലെ മുകളിലത്തെ ക്വസ്റ്റിലെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫീച്ചേഴ്സും പഠിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് റിപ്പീറ്റ് ആയി പല വർഷങ്ങളിൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ്? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓൾറെഡി ആ ക്വസ്റ്റനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. അവിടെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ പറയുന്നുണ്ട്, പെർപെച്വൽ സക്സഷൻ പറയുന്നുണ്ട്, കോമൺ സീൽ വരുന്നുണ്ട്. അവിടെ തന്നെ 3 ഫീച്ചർ നമുക്ക് കിട്ടി. ഓക്കെ. ഫൈൻ. അപ്പൊ ആർട്ടിഫിഷ്യൽ പേഴ്സൺ സെപ്പറേറ്റ് ഒരു വ്യക്തിയായിട്ടാണ് കമ്പനി നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ഓൺ ദ പ്രോപ്പർട്ടി അല്ലെ, അത് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, കേസ് കൊടുക്കാം, അതുപോലെ എന്ത് ചെയ്യാം, കമ്പനിയുടെ പേരിൽ നമുക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും. ഓക്കെ. അപ്പൊ സെപ്പറേറ്റ് ഒരു വ്യക്തിയായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. നെക്സ്റ്റ് വൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെ. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനീസ് ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് നമ്മൾ കണ്ടു, ആ വ്യക്തി മരിച്ചാൽ ആ ബിസിനസ് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചോടനെ ബിസിനസ് അവിടെ അവസാനിക്കുന്നില്ല. സെപ്പറേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് കാണുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് ലൈബിൾ ഫോർ കമ്പനീസ് ആക്ട്. ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ആക്ടിനോട് എന്ത് ചെയ്യുന്നില്ല, ബിയോണ്ട് ദർ ഇൻവെസ്റ്റ്മെന്റ്. അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്തോ അതിനോട് മാത്രമേ അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. ഫൈൻ. Perpetual succession എന്നാൽ കമ്പനി കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ച് ഇൻ മെമ്പർഷിപ്പ്, ഡെത്ത്, ഇൻസോൾവൻസി, റിട്ടയർമെന്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ. അതായത് ഷെയർ ഹോൾഡേഴ്സ് റിട്ടയർ ആയി അല്ലെങ്കിൽ അവര് ബിസിനസ്സിൽ നിന്ന് മാറി, അവരുടെ മെമ്പർഷിപ്പ് മാറി, ഒരു കാരണത്താലും ബിസിനസ് അവിടെ അവസാനിക്കുന്നില്ല, ബിസിനസ് അവിടെ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ. ദെൻ ലിമിറ്റഡ് ലൈബിലിറ്റി, അതായത് ഓരോ ഷെയർ ഹോൾഡേഴ്സും എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തോ അതിലൂടെ അവർ റെസ്പോൺസിബിൾ ആണ്. അതിൽ കൂടുതൽ നഷ്ടം വന്നാൽ അവരതിന് റെസ്പോൺസിബിൾ അല്ല. ഓക്കെ. കോമൺ സീൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു ഫീച്ചറാണ് എന്ത് ചെയ്തത്, കോമൺ ആയിട്ട് ബിസിനസ്സിന് ഒരു സീലുണ്ട്. ഓക്കെ. ട്രഡീഷണൽ ഫീച്ചേഴ്സ്, നോ ഓപ്ഷൻ ഇൻ ഇന്ത്യ ബട്ട് സ്റ്റിൽ യൂസ്ഡ് ഇൻ ടെക്സ്റ്റ് ബുക്ക്. അതായത് ഇറ്റ്സ് എ ട്രഡീഷണൽ ഫീച്ചറാണ്, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ. ഇപ്പം നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ ഇറ്റ്സ് ഓപ്ഷൻ, അങ്ങനെ നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത്ര കാര്യം ഓർത്താൽ മതി. ആക്ട് ആസ് ഒഫീഷ്യൽ സിഗ്നേച്ചർ ഓഫ് ദ കമ്പനി യൂസ്ഡ് ടു വാലിഡേറ്റ് ഡോക്യുമെന്റ്സ്. അതായത് കമ്പനിയുടെ പേരിൽ ഒരു സീൽ കാണും, ആ സീൽ വെച്ചിട്ട് ഇപ്പൊ കമ്പനി ഒരു എഗ്രിമെന്റ് എഴുതിയ ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ ഓണർ അല്ല, കമ്പനിയുടെ പേരിലാണ് സ്ഥലം വാങ്ങുന്നത്, കമ്പനിയുടെ സീലാണ് അവിടെ വെക്കുന്നത്. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന് നമുക്ക് എന്താ പറയുക, അവിടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ഡയറക്ടേഴ്സ് ആണ് ബിസിനസിന്റെ ഡെയിലി ഉള്ള കാര്യങ്ങൾ അവിടെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പെർപെച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളൂ, കോമൺ ആയിട്ട് ഒരു സീൽ ഉണ്ട്, ആൻഡ് സെപ്പറേറ്റ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ. സെപ്പറേറ്റ് ആയിട്ട് ഓണർഷിപ്പ് മാനേജ്മെന്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഒരു ഫീച്ചേഴ്സും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി അതേപോലെ തന്നെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സ് എന്താണ്? ലിമിറ്റഡ് ലൈബിലിറ്റി. ലൈബിലിറ്റി ലിമിറ്റഡ് ആണ് അല്ലെ. ഡെഫിനറ്റ്ലി നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തോ ആ എമൗണ്ടിനോട് നമ്മൾ റെസ്പോൺസിബിൾ ഉള്ളൂ.
നെക്സ്റ്റ് വൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കറിയാം പബ്ലിക് കമ്പനി, ഞാനിപ്പോൾ ഒരു ഷെയർ വാങ്ങി എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, എനിക്ക് അടുത്തയാൾക്ക് അത് കൊടുക്കാനായിട്ട് അവിടെ സാധിക്കും. ഓക്കെ, ഷെയർ ഓഫ് കമ്പനി ക്യാൻ ബി ട്രേഡ് ആൻഡ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ഷെയർ ഹോൾഡേഴ്സ് മേക്കിംഗ് ഇറ്റ് അട്രാക്റ്റീവ്. അല്ലെ, എനിക്ക് എപ്പോൾ വാങ്ങാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. പെർപെച്വൽ എക്സിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനീസ് കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് റിഗാർഡ്ലെസ് ഓഫ് ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഓണർഷിപ്പോ മാനേജ്മെന്റോ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ കമ്പനി അവിടെ ഓപ്പറേറ്റ് ചെയ്യും. മാനേജേഴ്സ് മാറി മാറി വരും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറി മാറി വരും, പക്ഷെ കമ്പനി അവിടെ തന്നെ കാണും. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ ഒരു സ്കോപ്പ് ഉണ്ട്, കാരണം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, ലോണ്, കാര്യങ്ങൾ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്, കമ്പനി ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് എക്സ്പാൻഷൻ ഒരു സ്കോപ്പ് കൂടുതലാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജ്മെന്റ്, നമുക്കറിയാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ട് ആളുകളെയാണ് നമ്മളവിടെ അപ്പോയിന്റ് ചെയ്തത്. സോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അവിടെ കാണുന്നത്. ലിമിറ്റേഷൻസിലോട്ട് വരുന്ന സമയത്ത് കോംപ്ലക്സ് ഫോർമേഷൻ, അല്ലെ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പനി ആക്ട് പ്രകാരം രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നടക്കണം, പക്ഷെ ബാക്കി ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെന്റ് നിർബന്ധമല്ല, അല്ലെ എഗ്രിമെന്റ് നിർബന്ധമല്ല, രജിസ്ട്രേഷൻ നിർബന്ധമല്ല, ഇറ്റ്സ് ഓപ്ഷണലാണ്. അതുപോലെ നമ്മൾ ജോയിന്റ് ഹിന്ദു ഫാമിലിയിൽ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോൾ പ്രൊപ്പർഷിപ്പ് ആയിക്കോട്ടെ, ഇതിലൊന്നും രജിസ്ട്രേഷൻ നിർബന്ധമല്ല, പക്ഷെ കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ലീഗൽ ഫോർമാലിറ്റീസ് അവിടെ ഉണ്ട്. ഹെവി കോസ്റ്റ്, അല്ലെ, ഈ പറയുന്ന പ്രൊമോഷൻ ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണമായത് കൊണ്ട് തന്നെ കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ലാക്ക് ഓഫ് സീക്രസി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി മസ്റ്റ് പബ്ലിഷ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ് റിഡ്യൂസിങ് ദ ബിസിനസ് സീക്രസി. കമ്പനി കൃത്യമായിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഡേറ്റാസ് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യണം, അത് കമ്പനീനെ അവിടെ ബാധിക്കും. ഓക്കെ, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഓണർഷിപ്പും മാനേജ്മെന്റും സെപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓണേഴ്സിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത അവിടെ കുറവാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ആക്റ്റീവായിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അപ്പൊ ഡയറക്ടേഴ്സ് ഈ പവർ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. എക്സസീവ് ഗവൺമെന്റ് റെഗുലേഷൻ. നമ്മൾ കമ്പനി ആയതുകൊണ്ട് ലീഗലി കുറെ ഫോർമാലിറ്റീസ് ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന്റെ റെഗുലേഷനും ഇതിനുമേൽ കൂടുതലാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, വിച്ച് മേ ബി ബേർഡ്സ്, അവർക്കൊരു ബേർഡനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് ആൻഡ് കറപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂ ടു കോംപ്ലക്സ് സ്ട്രക്ചർ ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഫ്രോഡ് ആയിട്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? കറപ്ഷൻ ഇവിടെ സെപ്പറേറ്റ് ആണ്, അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ വരുന്നത്, അല്ലെ, ഓണർഷിപ്പും മാനേജ് ചെയ്യുന്ന ആളുകളും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കറപ്ഷനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും നടക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കൂടുതലും എസ്എ ക്വസ്റ്റ്യൻ, എന്തായാലും സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ആ ചാപ്റ്റർ പഠിച്ചു വെക്കുക, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് സോൾ പ്രൊപ്പർഷിപ്പും പഠിച്ചിട്ടുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പും അതുപോലെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സും ഒക്കെ പഠിച്ചോളാം. പാർട്ട്ണർഷിപ്പിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ബാക്കി 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.